ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വളർച്ച ഇനി ആയുധങ്ങളിലോ പ്ലാറ്റ്ഫോമുകളിലോ മാത്രം ഒതുങ്ങുന്നില്ല. ട്രെയിനിങ്, സിമുലേഷൻ, കൗണ്ടർ ഡ്രോൺ ടെക്നോളജീസ് എന്നിവയാണ് മോഡേൺ വാർഫെയറിൻ്റെ പുതിയ ബാക്ക്ബോൺ. ഈ മാറ്റത്തിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ഡിഫൻസ് ടെക് സ്പെഷ്യലിസ്റ്റാണ് 1996 സ്ഥാപിതമായതും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതുമായ ഈ കമ്പനി. ഇന്ത്യൻ ആർംഡ് ഫോഴ്സ്, സ്റ്റേറ്റ് പോലീസ്, പാരാമിലിറ്ററി ഓർഗനൈസേഷൻസ് എന്നിവയ്ക്കായി ഉയർന്ന വിശ്വാസ്യതയുള്ള കോമ്പാറ്റ് ട്രെയിനിങ് സിമുലേറ്റേഴ്സും ആൻറ്റി ഡ്രോൺ സിസ്റ്റംസും ഡിസൈൻ, ഡെവലപ്പ് ആൻഡ് മാനുഫാക്ചർ ചെയ്യുന്നതിലാണ് ഈ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് ആഗോളതലത്തിൽ 100-ലധികം ഉപഭോക്താക്കൾക്കാണ് ഈ കമ്പനി സേവനം നൽകി വരുന്നത്. പറഞ്ഞു വരുന്നത് സെൻ ടെക്നോളജീസ് ലിമിറ്റഡിനെ കുറിച്ചാണ്. ഈ ആഴ്ചയിലെ സ്റ്റോക്ക് ഡിസ്കവറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കമ്പനിയാണ്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ആത്മനിർഭർ ഭാരത്, ടെക്നോളജി ഡ്രിവൻ ആർമഡ് ഫോഴ്സസ്, ഉയരുന്ന ഡിഫൻസ് എക്സ്പോർട്ട് എന്നിവ ചേർന്ന് ഇന്ത്യയുടെ ഡിഫൻസ് 2047 ബ്ലൂ പ്രിന്റ് നടപ്പിലാക്കുമ്പോൾ യുദ്ധഭൂമിക്ക് മുമ്പ് സൈനികരെ തയ്യാറാക്കുന്ന ഒരു ഇന്ത്യൻ ഡീപ് ടെക് സ്പെഷ്യലിസ്റ്റാണ് സെൻ ടെക്നോളജീസ് ലിമിറ്റഡ്. വെപ്പൺ സിമുലേറ്റേഴ്സ്, കോമ്പാറ്റ് ട്രെയിനിങ് സിസ്റ്റംസ്, ഡ്രൈവിംഗ് ആൻഡ് ടാക്ടിക്കൽ സിമുലേറ്റേഴ്സ്, ആൻറ്റി ഡ്രോൺ ആൻഡ് കൗണ്ടർ UAS സൊല്യൂഷൻസ് എന്നിവയിലൂടെ ലൈവ് അമ്യൂണേഷൻ ഇല്ലാതെ തന്നെ റിയൽ വേൾഡ് ബാറ്റിൽ ഫീൽഡ് കണ്ടീഷൻ സിമുലേറ്റ് ചെയ്യുന്ന പരിശീലനം നൽകുന്ന കമ്പനി കൂടിയാണ് ഈ കമ്പനി. ഈ മേഖലയിലെ നീഷ് ലീഡറാണ് സെൻ എന്നുകൂടി നമുക്ക് പറയാവുന്നതാണ്. ഇന്ത്യയിൽ സിമുലേഷൻ ബേസ്ഡ് ഡിഫൻസ് ട്രെയിനിങ് എന്ന നീഷ് സെഗ്മെന്റിൽ സെന്നിന് ക്ലിയർ ലീഡർഷിപ്പ് പൊസിഷൻ ഉണ്ടെന്നാണ് ഇൻഡസ്ട്രി ഒബ്സർവേഴ്സ് വിലയിരുത്തുന്നത്. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സസ്, പോലീസ് ഏജൻസീസ് എന്നിവർക്കൊപ്പം മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ റീജിയനിലേക്കും കമ്പനി എക്സ്പോർട്സ് നടത്തുന്നുണ്ട്. ഡിഫൻസ് ഹെവി റവന്യൂ മിക്സ്, IP ഡ്രിവൻ ഹൈ മാർജിൻ ബിസിനസ് മോഡൽ, ക്ലീൻ ബാലൻസ് ഷീറ്റ്, ലോ ഡെപ്റ്റ്, സ്ട്രോങ് ക്യാഷ് ജനറേഷൻ എന്നിവയാണ് സെന്നിനെ സ്ട്രക്ചറലി സ്ട്രോങ് കമ്പനി ആക്കുന്നത്. ഡിഫൻസ് ട്രെയിനിങ് ആൻഡ് സിമുലേഷൻസ് ഡിമാൻഡ് വരും വർഷങ്ങളിൽ എക്സ്പെൻഷനായി വളരുമെന്നതും മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ആൻറ്റി ഡ്രോൺ സിസ്റ്റം സെന്നിന്റെ പ്രധാന ഗ്രോത്ത് ഡ്രൈവറാകും. ഇന്ത്യ ഡിഫൻസ് ഇമ്പോർട്ടിൽ നിന്നും ടെക്നോളജി ഡ്രിവൺ എക്സ്പോർട്ടായി മാറുന്ന യാത്രയിൽ ലോകമെമ്പാടുമായി 600-ലധികം സിമുലേറ്റേഴ്സും 1000-ലധികം ട്രെയിനിങ് സിസ്റ്റംസും ഇതിനകം കമ്പനി വിന്യസിച്ചിട്ടുണ്ട്. സെന്നിന്റെ ഓപ്പറേഷണൽ മോഡൽ പ്രധാനമായും 2 പില്ലേഴ്സായാണ് പ്രവർത്തിച്ചു വരുന്നത്. ടാങ്ക് ക്രൂസ്, ഇൻഫൻട്രി യൂണിറ്റ്സ്, എയർ ഡിഫൻസ് ഓപ്പറേറ്റേഴ്സ്, നേവൽ ഓഫീസേഴ്സ് എന്നിവർക്കായി യഥാർത്ഥ ബാറ്റിൽ ഫീൽഡ് സാഹചര്യങ്ങൾ പകർത്തുന്ന അഡ്വാൻസ്ഡ് കോമ്പാറ്റ് സിമുലേറ്റേഴ്സ്, കൂടാതെ 70 MHz മുതൽ 18 GHz വരെ ഫ്രീക്വൻസി കവറേജുള്ള സോഫ്റ്റ് കിൽ, സ്പൂഫിംഗ്, ഹാർഡ് കിൽ സാങ്കേതികവിദ്യകൾ ഉൾക്കൊള്ളുന്ന എൻഡ് ടു എൻഡ് ആൻറ്റി ഡ്രോൺ സിസ്റ്റം എന്നിവ കമ്പനി നിലവിൽ നിർമ്മിച്ചു വരുന്നുണ്ട്. ഇതിനോടൊപ്പം ഓൾറെഡി ഡിപ്ലോയിഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റങ്ങൾക്ക് AMC, അതായത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വഴിയുള്ള റെക്കറിംഗ് റവന്യൂ മോഡൽ സെന്നിന്റെ ബിസിനസ്സിന് കൂടുതൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ കീ കോൺട്രാക്ടറായ സെന്നിന് 3 സായുധ സേനകളിലും ഫുട്പ്രിന്റ് ഉണ്ട്. കൂടാതെ മേക്ക് ഇൻ ഇന്ത്യ ഡിഫൻസ് നയവുമായി പൂർണ്ണമായി അലൈൻ ചെയ്യുന്ന R&D കേപ്പബിലിറ്റീസും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് കമ്പനി ചെയ്തു വരുന്നത്. അസംബ്ലി ഫോക്കസ്ഡ് അപ്രോച്ചിനേക്കാൾ IP ഓണർഷിപ്പ്, പ്രൊപ്രൈറ്ററി ടെക്നോളജീസ്, ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കൽ, ദേശീയ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കൽ എന്നിവയാണ് കമ്പനി പ്രാധാന്യം നൽകി വരുന്നത്. മാനേജ്മെന്റ് ഗൈഡൻസ് ആൻഡ് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഡിഫൻസ് ട്രെയിനിങ് ആൻഡ് സിമുലേഷൻ ഡിമാൻഡ് അടുത്ത വർഷങ്ങളിൽ വലിയ രീതിയിൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിഫൻസ് ബഡ്ജറ്റ് ഉയരുന്നതും സോൾജർ മോഡേണൈസേഷൻ പ്രോഗ്രാംസ് ആക്സലറേറ്റ് ചെയ്യുന്നതും ലൈവ് ട്രെയിനിങ്ങിന്റെ റിസ്ക് ആൻഡ് കോസ്റ്റ് കുറയ്ക്കാനുള്ള ആർമഡ് ഫോഴ്സിന്റെ ശ്രമങ്ങളും സെന്നിന്റെ ലോങ് റണ്ണിൽ ഒരു സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. ആന്റി ഡ്രോൺ സിസ്റ്റം സെന്നിന്റെ പ്രധാന ഗ്രോത്ത് ഡ്രൈവറായി മാറുന്നതും എക്സ്പോർട്ട് ഷെയർ വരും വർഷങ്ങളിൽ സ്റ്റഡിലി ഇംപ്രൂവ് ചെയ്യുമെന്നും മാനേജ്മെന്റ് കോൺഫിഡന്റ് ആണ്. കഴിഞ്ഞ 3 വർഷമായി സെൻ വളരെ ശക്തമായ സാമ്പത്തിക വളർച്ചയാണ് കാണിച്ചത്. ഫിനാൻഷ്യൽ ഇയർ 2022 മുതൽ 2025 വരെ കമ്പനിയുടെ വരുമാനം 70 കോടിയിൽ നിന്നും 974 കോടിയായി ഉയർന്നു, ഏകദേശം 14 മടങ്ങിന്റെ വർധനവ്. ഇതേ കാലയളവിൽ ലാഭം 3 കോടിയിൽ നിന്നും 299 കോടി രൂപയായി. അതായത് വളരെ വലിയ വളർച്ച, 411% ഈ വർധനവ്. ഈ അസാധാരണ വളർച്ച അക്കൗണ്ടിംഗ് ആർട്ടിഫാക്ട് കൊണ്ടല്ല, മറിച്ച് ഓപ്പറേഷണൽ സ്കെയിലിംഗ് ഉയർന്നതും ചെലവ് നിയന്ത്രണം മെച്ചപ്പെട്ടതും മികച്ച പ്രോഡക്റ്റ് മിക്സ് എന്നിവ കൊണ്ടുകൂടിയാണ്. ഓപ്പറേഷണൽ പ്രോഫിറ്റ് ഫിനാൻഷ്യൽ ഇയർ 2022 5 കോടിയായിരുന്നു. 2025 എത്തിയപ്പോൾ 382 കോടി രൂപയായിട്ടാണ് ഇത് ഉയർന്നത്. ഓപ്പറേറ്റിംഗ് മാർജിൻ ഫിനാൻഷ്യൽ ഇയർ 2022 7% നിന്നും 25-ൽ ഏകദേശം 39% ഉയർന്നു.
ഇപ്പോൾ 38 മുതൽ 40% ശ്രേണിയിൽ സ്ഥിരത പുലർത്തുന്നുമുണ്ട്. പാറ്റ് മാർജിൻ പോലും 30%-ന് മുകളിലാണ്. ഇത് കമ്പനിയുടെ ഗൈഡൻസിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ്. പഴയ ഓർഡർ ബാക്ക്ലോഗ് ഫിനാൻഷ്യൽ ഇയർ 2024-25 ക്ലിയർ ചെയ്തതും ഉയർന്ന മാർജിനുള്ള ആന്റി ഡ്രോൺ സിസ്റ്റം, അഡ്വാൻസ്ഡ് സിമുലേറ്റേഴ്സ് പോലുള്ള ഉൽപ്പന്നങ്ങളിലേക്കുള്ള മാറ്റവുമാണ് ഈ ലാഭവർദ്ധനവിന് പ്രധാന കാരണമായി മാറിയത്. ചുരുക്കി പറഞ്ഞാൽ സെൻ ഇപ്പോൾ ഒരു സർവൈവൽ കാലഘട്ടം കടന്ന് സ്ഥിരതയുള്ള ലാഭകരമായ സ്കെയിലിലെത്തിയ കമ്പനിയാണ്. എന്നാൽ വാല്യുവേഷന്റെ കാര്യത്തിൽ സൂക്ഷ്മത വേണം താനും. കമ്പനി മികച്ചതാണെങ്കിലും വില വളരെ ഉയർന്നാൽ വീണ്ടും ഓവർ സ്ട്രക്ചർഡ് വാല്യുവേഷനിലേക്ക് ഓഹരികൾ മാറുമോ എന്നും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. നിലവിൽ സെന്നിന്റെ മാർക്കറ്റ് ക്യാപിറ്റൽ ഏകദേശം 11,919 കോടി രൂപയാണ്. സ്റ്റോക്ക് വില 1325. ഈ വിലയിൽ കമ്പനി ഫിനാൻഷ്യൽ ഇയർ 2025 ഏണിങ്സ് അടിസ്ഥാനമാക്കി ഏകദേശം 46 PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2026 പ്രതീക്ഷിക്കുന്ന PE 41. ഡിഫൻസ് എയ്റോസ്പേസ് മേഖലയിലെ മറ്റു കമ്പനികളുമായി താരതമ്യം ചെയ്താൽ ഇതൊരു മിഡിൽ പൊസിഷൻ വാല്യുവേഷൻ ആണെന്ന് പറയാം. ഭാരത് ഡൈനാമിക്സിന്റെ PE ഏകദേശം 83. എംടാർ ടെക്നോളജീസ് 146.8 എന്ന PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കമ്പനികളെക്കാൾ സെൻ വില കുറവായിട്ടാണ് വ്യാപാരം നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ HAL-യുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്പം വാല്യുവേഷൻ കൂടിയുമാണ് കമ്പനി ട്രേഡിംഗ് നടത്തുന്നത്. PE മാത്രം നോക്കിയാൽ സെൻ എക്സ്പെൻസീവായി തോന്നുമെങ്കിലും EV EBITDA കാണുമ്പോൾ ചിത്രം കൂടുതൽ ബാലൻസ്ഡ് ആയാണ് കാണാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2026 സെൻ ടെക്നോളജീസ് ഏകദേശം 31 വ്യാപാരം ചെയ്യുന്നത്. സെക്ടർ ശരാശരിയായ 27-നേക്കാൾ അല്പം കൂടുതലാണിത്. എന്നാൽ ഇതിന് കാരണം കമ്പനി ഉയർന്ന ക്യാപിറ്റൽ എഫിഷ്യൻസി നിലനിർത്തുന്നു എന്നതാണ്. സെന്നിന്റെ ROCE ഏകദേശം 37%. സെക്ടർ മീഡിയനായ 18 മുതൽ 19%-ന്റെ ഇരട്ടിയോളമാണിത്. അതായത് കമ്പനി ഓരോ രൂപ മൂലധനത്തിൽ നിന്നും പിയർ കമ്പനികളെക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നു. അതിനാൽ മാർക്കറ്റ് ചെറിയൊരു പ്രീമിയം നൽകുന്നത് ന്യായമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ കമ്പനി ഇപ്പോഴത്തെ വിലയിൽ ചീപ്പ് സ്റ്റോക്ക് അല്ല. പക്ഷേ ഗ്രോത്ത് നടക്കുകയാണെങ്കിൽ ഓവർ വാല്യൂഡ് എന്ന് പറയാനും നമുക്ക് കഴിയില്ല. സ്ട്രോങ് റിട്ടേൺസ്, ഓർഡർ വിസിബിലിറ്റി, നല്ല എക്സിക്യൂഷൻ ട്രാക്ക് റെക്കോർഡ്സ് എന്നിവയുള്ള ഫെയർ വാല്യുവേഷനായി തന്നെയാണ് കമ്പനി ട്രേഡ് ചെയ്യുന്നതെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. വളർച്ചയുടെ കാര്യത്തിൽ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പല വഴികളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്റി ഡ്രോൺ സിസ്റ്റം ബിസിനസ്സാണ്. ലോകമെമ്പാടും ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും ഉയർന്ന സുരക്ഷാ ഭീഷണികൾ കൂടുന്ന സാഹചര്യത്തിലും ആന്റി ഡ്രോൺ സൊല്യൂഷൻസിന് വലിയ ഡിമാൻഡാണ് ഉണ്ടാകാൻ പോകുന്നത്. കമ്പനിയുടെ സിസ്റ്റങ്ങൾ ജാമിംഗ്, സ്പൂഫിംഗ് പോലുള്ള സോഫ്റ്റ് കിൽ സംവിധാനങ്ങളിൽ നിന്നും ഹാർഡ് കിൽ കാപ്പബിലിറ്റീസ് വരെ വികസിപ്പിച്ചതായിട്ട് മാറിയിട്ടുണ്ട്. സമഗ്രമായ ആന്റി ഡ്രോൺ പരിഹാരങ്ങൾക്കായി വിവിധ രാജ്യങ്ങളിലെ ഡിഫൻസ് മന്ത്രാലയങ്ങൾ നടത്തുന്ന പുതിയ ടെൻഡറുകൾ കമ്പനിയെ ആഗോള കമ്പനികൾക്കൊപ്പം മത്സരിക്കാൻ കഴിയുന്ന ഒരു വിശ്വസനീയ പ്ലെയറായി നിലനിർത്തുന്നു. എങ്കിലും സെൻ ടെക്നോളജീസിന്റെ ഗ്രോത്ത് സ്റ്റോറിയിൽ ചില ചലഞ്ചസ് ആൻഡ് നെഗറ്റീവ്സ് കൂടി ഇൻവെസ്റ്റേഴ്സ് കണക്കിലെടുക്കേണ്ടതാണ്. ഒന്നാമതായി കമ്പനിയുടെ റവന്യൂ ഹൈലി ഡിപ്പെൻഡന്റ് ആണ്. ഇന്ത്യൻ ഡിഫൻസ് പ്രൊക്യൂർമെന്റിൽ ഗവൺമെന്റ് ഡിഫൻസ് സ്പെൻഡിംഗ്, ടെൻഡർ ടൈം ലൈനസ്, അപ്രൂവൽ ഡിലേസ് എന്നിവ സെന്നിന്റെ ഓർഡർ ഇൻഫ്ലോയെ ഡയറക്റ്റായി ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടാതെ ഡിഫൻസ് കോൺട്രാക്ട് സാധാരണയായി ലെംബി നേച്ചർ ഉള്ളതിനാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ റവന്യൂ വോളറ്റാലിറ്റി ഉണ്ടാകാം. രണ്ടാമതായി സെൻ ടെക്നോളജീസിന്റെ ബിസിനസ് സൈസ് എപ്പോഴും റിലേറ്റീവ്ലി സ്മോൾ ആണ്. ലാർജ് ഡിഫൻസ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്കെയിൽ ലിമിറ്റേഷൻ ഉണ്ടതും എക്സിക്യൂഷൻ റിസ്ക്കും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫ്യൂ ലാർജ് ഓർഡർ ഡിലേ ആയതിനാൽ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസിൽ നോട്ടബിൾ ഇമ്പാക്റ്റ് വരാനുള്ള സാധ്യതയുമുണ്ട്. ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ റിസ്ക് കൂടി ഒരു ഫാക്ടറാണ്. കാരണം മേജർ ഷെയർ ഓഫ് റവന്യൂ ഗവൺമെന്റ് ആൻഡ് ഡിഫൻസ് ക്ലയൻറ്റ്സിൽ നിന്നാണ്. ആന്റി ഡ്രോൺ ആൻഡ് കൗണ്ടർ UAS സെഗ്മെന്റിൽ സെന്നിന് സ്ട്രോങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായാലും കോമ്പറ്റീഷൻ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ഡിഫൻസ് സ്റ്റാർട്ടപ്സ്, PSU, ഇന്റർനാഷണൽ പ്ലെയേഴ്സ് എന്നിവ ഈ സ്പേസിലേക്ക് കടന്നു വരുന്നതും പ്രൈസിംഗ് പ്രഷർ സൃഷ്ടിക്കാനും മാർജിൻ സസ്റ്റൈനബിലിറ്റിയെ ചലഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. ടെക്നോളജി സൈക്കിൾസ് ഫാസ്റ്റായി മാറുന്നതിനാൽ കണ്ടിന്യൂസ് R&D ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഇത് നിയർ ടൈം പ്രോഫിറ്റബിലിറ്റിയെ ഇമ്പാക്റ്റ് ചെയ്യാം. എക്സ്പോർട്ട് ആംഗിളിൽ പൊട്ടൻഷ്യൽ ഉണ്ടായാലും ജിയോ പൊളിറ്റിക്കൽ റിസ്ക്, റെഗുലേറ്ററി അപ്രൂവൽസ്, പേയ്മെന്റ് സൈക്കിൾ, കറൻസി ഫ്ലക്ച്വേഷൻസ് എന്നിവ കമ്പനിയുടെ ഗ്രോത്തിനെ അൺപ്രഡിക്റ്റബിൾ ആക്കാൻ സാധ്യതയുണ്ട്. എക്സ്പോർട്ട് റവന്യൂ സ്റ്റിൽ ഇവോൾവിംഗ് സ്റ്റേജ് ആയതിനാൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഡിപ്പെൻഡൻസി നിയർ ടൈമിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. വാല്യുവേഷൻ പെർസ്പെക്റ്റീവിൽ കൂടി കോഷൻ ആവശ്യമാണ്. സ്ട്രോങ് പാസ്റ്റ് പെർഫോമൻസ് കാരണം സെൻ ടെക്നോളജീസ് പലപ്പോഴും പ്രീമിയം വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യാറുണ്ട്. ഫ്യൂച്ചർ ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻ മിസ് ചെയ്താൽ സ്റ്റോക്കിൽ വോളറ്റാലിറ്റി ഉണ്ടാകാം.
ഹൈ ഗ്രോത്ത് ഡിഫൻസ് സ്റ്റോക്കിൽ സെന്റിമെന്റ് ഷിഫ്റ്റ് ഷാർപ്പായിരിക്കുമെന്നതും ഇൻവെസ്റ്റേഴ്സ് ഓർക്കണം. ചുരുക്കി പറഞ്ഞാൽ സെൻ ടെക്നോളജീസ് ലിമിറ്റഡ് ഒരു നീഷ് മാർക്കറ്റ് ലീഡറാണ്. ഹൈ മാർജിൻ ബിസിനസ് മോഡൽ, ക്ലീൻ ബാലൻസ് ഷീറ്റ്, സ്ട്രോങ് ഓർഡർ വിസിബിലിറ്റി, എമർജിംഗ് ആന്റി ഡ്രോൺ ഓപ്പർച്യൂണിറ്റി. ഒപ്പം ഇന്ത്യയുടെ ഡിഫൻസ് 2047 വിഷനോട് പെർഫെക്റ്റ്ലി അലൈൻഡ് ആണെന്നതും ഷോർട്ട് ടൈം വോളറ്റാലിറ്റി ഉണ്ടായാലും സ്ട്രക്ചറൽ ടെയിൽവിൻഡ് ഈ കമ്പനിക്ക് ശക്തമായ ലോങ് ടൈം പൊട്ടൻഷ്യൽ സൃഷ്ടിക്കുന്നുണ്ട്. ഓർഡർ ഇൻഫ്ലോ, എക്സിക്യൂഷൻ കേപ്പബിലിറ്റി, ടെക്നോളജി ലീഡർഷിപ്പ് എന്നിവ ഒത്തുചേരുമ്പോൾ സെൻ ടെക്നോളജീസ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഡിഫൻസ് സ്റ്റോക്ക് തന്നെയാണ്. ഓർക്കുക, ഇതൊരു നിക്ഷേപ ഉപദേശമല്ല, ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. നിക്ഷേപ തീരുമാനങ്ങൾക്ക് മുമ്പ് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെയോ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെയോ നിർദ്ദേശം തേടുക. ഇത്തരത്തിലുള്ള മറ്റൊരു ഹൈ പൊട്ടൻഷ്യൽ സ്റ്റോക്കുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.